ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഈ ജനം അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയമോ ദൈവത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. സ്നേഹമുള്ളവരെ, ദൈവം വസിക്കേണ്ട ആലയമായ നമ്മുടെ ഹൃദയത്തിൽ അസൂയയുടെയും വിദ്വേഷത്തിന്റെയും അഹങ്കാരത്തിന്റെയും അന്യവിഗ്രഹങ്ങൾ നിറച്ച് ദൈവത്തെ ബഹുമാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജീവിതം എപ്പോഴും നവീകരിക്കുന്നവനാണ് വിശ്വാസി. ലോകത്തിന്റെ വ്യർത്ഥമായ ആസക്തികളെ ഉപേക്ഷിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ചിന്തകളിൽ നിന്നും തിന്മയുടെ അറിവുകളെ നീക്കിക്കളഞ്ഞ് ദൈവത്തിന്റെ ദാനങ്ങൾ ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും നമ്മെയും ദൈവം അനുഗ്രഹിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സുകൾ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം പറയുന്നു, മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും അത് പ്രദാനം ചെയ്യുന്നു. തിരുവചനം പറയുന്നു, സ്വർഗം തുറക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ഇരിക്കുന്നതും ഞാൻ കണ്ടു. പരിശുദ്ധനായ ദൈവത്തെ, കർത്താവായ യേശുവിനെ നമുക്കിപ്പോൾ ആരാധിക്കാം. ദൈവകുഞ്ഞാടായ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ആരാധനയ്ക്കായി ഞാൻ എന്നെ മറന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ആരാധനയ്ക്കായി ഞാൻ എന്നെ മറന്നു. സ്വർഗം തുറക്കുന്നു, ദൂതർ വിളിക്കുന്നു, തേജസ്സിന്റെ സിംഹാസനം ഞാൻ കാണുന്നു. സ്വർഗം തുറക്കുന്നു, ദൂതർ വിളിക്കുന്നു, തേജസ്സിന്റെ സിംഹാസനം ഞാൻ കാണുന്നു. പരിശുദ്ധനായ പരിശുദ്ധനേ, ഹല്ലേലൂയ. ദൈവകുഞ്ഞാടായ കർത്താവേ, നീ യോഗ്യൻ. പരിശുദ്ധനേ, ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ, നീ യോഗ്യൻ. സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു. സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു. വെളിപാടിന്റെ പുസ്തകം വിളിച്ചു പറയുന്നു, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച 4 ജീവികൾ ഇടവിടാതെ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ. തീരത്ത് എണ്ണമില്ല മഹാപുരുഷാരം, കുഞ്ഞാട്ടിൻ രക്തം കൊണ്ട് വാങ്ങിയോ കുരുത്തോലയേന്തി പാടിയാർക്കുന്നേ. ഹല്ലേലൂയ. ദൈവസിംഹാസനം
ഉയർന്നിടും നീതാ ഏറിയ ദൂതന്മാരും വീഴുന്നു മൂപ്പന്മാരും വിശ്രമമില്ലാതാലും ജീവികളും ഞാനും ചേർന്നിടട്ടെ ആരാധനയിൽ പരിശുദ്ധനേ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ ദൈവകുഞ്ഞാടേ നീയോഗ്യൻ പരിശുദ്ധനെ പരിശുദ്ധനേ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടായ കർത്താവേ ദൈവകുഞ്ഞാടേ നീയോഗ്യൻ സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു. യേശുവേ ഹല്ലേലൂയ. സർവമഹത്വ പ്രതാപനായ കർത്താവായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുന്ന ദൈവമാണ്. അവിടുന്ന് നമുക്കായി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടാണ്. സർവമഹത്വവും അവിടത്തേക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഏറ്റുപാടാം. ഏഴു പൊൻവിളക്കിൻ നടുവിൽ തൂവെള്ള നീലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ചയണിഞ്ഞ് ആരാധനാം ദൈവമേ ആരാധ്യനാം യേശു എഴുന്നള്ളുന്നേ. ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനം മഹത്വം സ്തോത്രവും അവന് സിംഹാസനത്തിൽ ഇരിക്കുന്നോനും ദൈവകുഞ്ഞാടിന് ആരാധന. പരിശുദ്ധനേ ഹല്ലേലൂയ കർത്താവേ. ദൈവകുഞ്ഞാടായ കർത്താവേ ദൈവകുഞ്ഞാടേ നീയോഗ്യൻ. ഓ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനേ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടായ കർത്താവേ ദൈവകുഞ്ഞാടേ അങ്ങയോഗ്യൻ. നീയോഗ്യൻ സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു. സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു. ഓ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനേ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ നീയോഗ്യൻ പരിശുദ്ധനേ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ നീയോഗ്യൻ സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു. സർവഭൂമിയും തിരു തേജസ്സിനാൽ നിറഞ്ഞിടുന്നു. ആരാധന കർത്താവേ ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ദൈവ പൈതലായി നിങ്ങൾ മാറട്ടെ എന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.